ഇന്നത്തെ ക്ലാസ് എന്തിനെക്കുറിച്ചാണെന്ന് പറയുന്നതിന് മുൻപ് ഞാൻ ഈ പറയാൻ പോകുന്ന മലയാളത്തിലുള്ള 2-3 സെൻറ്റൻസസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കൂട്ടോ. ജോലി കിട്ടാനായി ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു. പണം സമ്പാദിക്കുന്നതിനായി ഞാൻ ജോലി ചെയ്യുന്നു. ട്രെയിൻ മിസ്സാകാതിരിക്കാൻ അവൾ നേരത്തെ എണീറ്റു. ഇങ്ങനെയുള്ള സെൻറ്റൻസസൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ സ്ഥിരമായിട്ട് പറയാറുള്ളതല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് സെൻറ്റൻസസ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേകം പറയണ്ടല്ലോ, ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്കായി കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ മലയാളത്തിലുള്ളൊരു സെൻറ്റൻസ് കാണാമല്ലോ. കളിക്കാനായി ഞാൻ പുറത്തു പോയി. ആദ്യം നമുക്ക് ഞാൻ പുറത്തു പോയി എന്ന ഭാഗമുണ്ടല്ലോ, അത് ഇംഗ്ലീഷിലാക്കാം. അപ്പോൾ അതിങ്ങനെ വരും, ഐ വെൻറ്റ് ഔട്ട്. ഞാൻ എന്തിനാണ് പുറത്തു പോയത്? പുറത്തു പോയതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? കളിക്കാനായാണ് ഞാൻ പുറത്തു പോയത്. അപ്പോൾ അതുകൂടെ ചേർക്കുമ്പോൾ ഇംഗ്ലീഷിലെ സെൻറ്റൻസ് ഇങ്ങനെ മാറും, ഐ വെൻറ്റ് ഔട്ട് ടു പ്ലേ. അപ്പോൾ കണ്ടല്ലോ, മലയാളത്തിൽ നമ്മൾ കളിക്കാൻ അല്ലെങ്കിൽ കളിക്കാനായി എന്നാണ് പറയുന്നത്. അത് ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞത് ടു പ്ലേ എന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, കളിക്കുക എന്നുള്ളതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ പ്ലേ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കണ്ടല്ലോ, ആ വേർബിൻ്റെ ബേസ് ഫോമാണ് ഞാൻ ഉപയോഗിച്ചത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇവിടെ നിങ്ങൾ പ്ലേസ് എന്നോ പ്ലേഡ് എന്നോ പ്ലേയിങ് എന്നോ ഒന്നും കാണുന്നില്ലല്ലോ. ആ പ്ലേ എന്ന റൂട്ട് ഫോം, ബേസ് ഫോമാണ് കണ്ടതല്ലേ. അതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റീവ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാം, ആ പ്ലേയുടെ മുൻപിലായിട്ടൊരു ടു കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഇൻഫിനിറ്റീവിനെ ടു ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ പേർപ്പസിനെ കുറിച്ച് പറയണമെങ്കിൽ അവിടെ നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചാൽ മതി. ഞാൻ പുറത്തു പോയി. എന്തിനാ പുറത്തു പോയത്? കളിക്കാൻ. അതിനാണ് നമ്മളിവിടെ ടു പ്ലേ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. കാറ് നന്നാക്കുന്നതിനായി അയാൾ മെക്കാനിക്കിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ആദ്യം നമുക്ക് അയാൾ മെക്കാനിക്കിൻ്റെ അടുത്ത് പോയി എന്നുള്ളത് ഇംഗ്ലീഷിലാക്കാം. അപ്പോൾ അതിങ്ങനെ വരും, ഹി വെൻറ്റ് ടു ദ മെക്കാനിക്. അയാൾ മെക്കാനിക്കിൻ്റെ അടുത്ത് പോയി എന്നുള്ളതിനാണ് ഹി വെൻറ്റ് ടു ദ മെക്കാനിക് എന്ന് പറഞ്ഞത്. ഇനി എന്തിനാണ് അയാൾ പോയത്? കാറ് നന്നാക്കാൻ. അപ്പോൾ കാറ് നന്നാക്കുക എന്നുള്ളതിന് നമുക്ക് ടു റിപ്പയർ ദ കാർ എന്നോ ടു ഫിക്സ് ദ കാർ എന്നോ പറയാം. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെയാവും? ഹി വെൻറ്റ് ടു ദ മെക്കാനിക്. എന്തിനാ? ടു ഫിക്സ് ദ കാർ. കണ്ടല്ലോ, ആ പോയതിൻ്റെ ഉദ്ദേശമാണ് നമ്മളിവിടെ പറഞ്ഞത്, ഒരു ഇൻഫിനിറ്റീവ് ചേർത്ത്, ടു ഫിക്സ് ദ കാർ. അടുത്ത എക്സാമ്പിൾ, ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി അല്ലെങ്കിൽ ഫിറ്റ്നസ് നിലനിർത്തുന്നതിനായി അവൾ യോഗ ചെയ്യാറുണ്ട്. അപ്പോൾ യോഗ ചെയ്യുക എന്നുള്ളതിന് നമുക്ക് ടു ഡു യോഗ അല്ലെങ്കിൽ പ്രാക്ടീസ് യോഗ എന്നൊക്കെ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ആ ഭാഗം ഇംഗ്ലീഷിലാക്കാം. അവൾ യോഗ ചെയ്യാറുണ്ട്. ഷീ ഡസ് യോഗ. എന്തിനാ? ഫിറ്റ്നസ് കീപ്പ് ചെയ്യാൻ, ആരോഗ്യം സംരക്ഷിക്കാൻ. ഷീ ഡസ് യോഗ ടു കീപ്പ് ഫിറ്റ്. അപ്പോൾ ഫിറ്റ്നസ് നിലനിർത്തുക എന്നുള്ളതിനാണ് നമ്മളിവിടെ ടു കീപ്പ് ഫിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെയും ഒരു ഇൻഫിനിറ്റീവ് വന്ന് കണ്ടല്ലോ, ടു കീപ്പ് ഫിറ്റ്. ഇനിയും പറയാം ഉദാഹരണം. അപകടങ്ങൾ ഒഴിവാക്കാൻ അയാൾ സൂക്ഷിച്ച് വാഹനം ഓടിച്ചു. അപ്പോൾ വാഹനം ഓടിക്കുക എന്നുള്ളതിന് ഡ്രൈവ് എന്നാണ് പറയുക. ഇവിടെ ഓടിച്ചു പാസ്റ്റ് ടെൻസ് ആണല്ലോ, അപ്പോൾ ഡ്രൈവിൻ്റെ പാസ്റ്റ് ടെൻസ് ഡ്രോവ് ആണ്. അപ്പോൾ എങ്ങനെയാണ് അയാൾ ഓടിച്ചത്? സൂക്ഷിച്ച്. അതിന് കെയർഫുള്ളി എന്ന് പറയാം. സെൻറ്റൻസ് എങ്ങനെ വരും? ഹി ഡ്രോവ് കെയർഫുള്ളി. എന്തിനാണ് അങ്ങനെ ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചത്? അപകടങ്ങൾ ഒഴിവാക്കാൻ. ഒഴിവാക്കുക എന്നുള്ളതിന് ടു അവോയ്ഡ് എന്ന് പറയും. അപകടങ്ങൾ എന്നുള്ളതിന് ആക്സിഡൻറ്റ്സ് എന്ന് പറയാം. ഹി ഡ്രോവ് കെയർഫുള്ളി ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ്. കണ്ടോ ഇൻഫിനിറ്റീവ് വന്നിരിക്കുന്നത്? എന്തിനാണ് അയാൾ സൂക്ഷിച്ചോടിച്ചതെന്ന്? ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ്. നിങ്ങൾക്ക് ഒരു സംശയം ബാക്കി ഉണ്ടാവാതിരിക്കാനാണ് ഞാനിങ്ങനെ കുറേ എക്സാമ്പിൾസ് പറയുന്നത് കേട്ടോ. നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. വിശ്രമിക്കുന്നതിനായി, അതായത് ഒന്ന് റിലാക്സ് ചെയ്യുന്നതിനായി ഞാൻ പാട്ട് കേൾക്കാറുണ്ട്. അപ്പോൾ ഞാൻ പാട്ട് കേൾക്കാറുണ്ട് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ലിസൺ ടു മ്യൂസിക്. എന്തിനാണ്? ടു റിലാക്സ്. അത്രയേ ഉള്ളൂ. ഐ ലിസൺ ടു മ്യൂസിക് ടു റിലാക്സ്. അപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാറ്റേണിൽ സെൻറ്റൻസ് ഉണ്ടാക്കുന്നതെന്ന്? നമ്മളിപ്പോൾ റിലാക്സ് ചെയ്യുന്നതിനെ കുറിച്ചല്ലേ പറഞ്ഞത്. ഇനി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിനെക്കുറിച്ചുകൂടെ പറയാം. അപ്പോൾ സെൻറ്റൻസ് ഇതാണ്, പണം സമ്പാദിക്കുന്നതിനായി അയാൾ കഠിനാധ്വാനം ചെയ്യുന്നു. അപ്പോൾ അയാൾ കഠിനമായി അധ്വാനിക്കുന്നു. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഹി വർക്ക്സ് ഹാർഡ്. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്? പണം സമ്പാദിക്കുന്നതിനായി. അപ്പോൾ പണം സമ്പാദിക്കുക എന്നുള്ളതിന് ടു ഏൺ മണി എന്ന് പറയുക. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെയാവും? ഹി വർക്ക്സ് ഹാർഡ് ടു ഏൺ മണി. അപ്പോൾ ആ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് എന്തിനാണ്? അതിൻ്റെ പേർപ്പസ്, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞത് കണ്ടോ? ടു ഏൺ മണി.
നമ്മളിപ്പോൾ കുറേ എക്സാമ്പിൾസ് കണ്ടില്ലേ, ഇതിൽ 2-3 സെൻറ്റൻസസ് ഞാനിവിടെ എഴുതി കാണിക്കുക കേട്ടോ. നിങ്ങൾ ആ സെൻറ്റൻസസിൻ്റെ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യത്തെ നോക്കൂ, ഐ വെൻറ്റ് ഔട്ട് ടു പ്ലേ. അടുത്തത്, ഷീ ഡസ് യോഗ ടു കീപ് ഫിറ്റ്. ഹി വർക്ക്സ് ഹാർഡ് ടു ഏൺ മണി. അപ്പോൾ ഈ സെൻറ്റൻസസിലെല്ലാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചല്ലോ, ആ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണ്, അതിൻ്റെ പേർപ്പസ് എന്താണെന്ന് കാണിക്കാൻ നമ്മൾ ഉപയോഗിച്ചത് ടു പ്ലസ് ഇൻഫിനിറ്റീവ് എന്ന ഫോമാണ്. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഈ കണ്ട സെൻറ്റൻസസ് എല്ലാം ഇതേ അർത്ഥം കിട്ടാൻ വേറൊരു രീതിയിലും പറയാൻ സാധിക്കും എന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് തന്നെ നോക്കാം. ഐ വെൻറ്റ് ഔട്ട് ടു പ്ലേ. ഇതേ സെൻറ്റൻസ് എനിക്ക് ഇങ്ങനെയും പറയാം, ഐ വെൻറ്റ് ഔട്ട് ഇൻ ഓർഡർ ടു പ്ലേ. എന്താ വ്യത്യാസം? ആദ്യത്തെ സെൻറ്റൻസിൽ ടു പ്ലേ എന്നാണ് വന്നത്, അടുത്തതിൽ ഇൻ ഓർഡർ ടു പ്ലേ എന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അർത്ഥത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഐ വെൻറ്റ് ഔട്ട് ടു പ്ലേ, ഞാൻ കളിക്കാൻ പുറത്ത് പോയി. ഐ വെൻറ്റ് ഔട്ട് ഇൻ ഓർഡർ ടു പ്ലേ, ഞാൻ കളിക്കാനായി പുറത്ത് പോയി. വ്യത്യാസമൊന്നുമില്ലല്ലോ, ഒരേ അർത്ഥമാണ്. പിന്നെ ആകെ ഒരു വ്യത്യാസമുള്ളത് ഈ ഇൻ ഓർഡർ ടു പ്ലസ് ഇൻഫിനിറ്റീവ്, അത് നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് ഫോർമലായിട്ടുള്ള സിറ്റുവേഷൻസിലാണ്. അതായത് സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ കാഷ്വലായിട്ടൊക്കെ സംസാരിക്കില്ലേ, അപ്പോൾ നമ്മൾ ഈ ടു പ്ലസ് ഇൻഫിനിറ്റീവ് എന്നുള്ളതാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. റിട്ടൺ ഇംഗ്ലീഷിൽ എന്തെങ്കിലും എഴുതുമ്പോൾ അത് ഫോർമലായിട്ടൊക്കെ പറയേണ്ടി വരുമ്പോഴൊക്കെ ഇൻ ഓർഡർ ടു എന്ന് പറയാം. ഇത് നമ്മൾ നേരത്തെ കണ്ടൊരു സെൻറ്റൻസാണ്. ഹി വർക്ക്സ് ഹാർഡ് ടു ഏൺ മണി. പണം സമ്പാദിക്കാൻ അയാൾ കഠിനാധ്വാനം ചെയ്യുന്നു. ഇത് ഞാൻ ഇൻ ഓർഡർ ടു ചേർത്ത് ഇങ്ങനെ പറയുന്നത്, ഹി വർക്ക്സ് ഹാർഡ് ഇൻ ഓർഡർ ടു ഏൺ മണി. ഒരു വ്യത്യാസമില്ല, ടുവിന് പകരം ഇൻ ഓർഡർ ടു ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് ടു പ്ലസ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നതെന്നും ഇൻ ഓർഡർ ടു പ്ലസ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നതെന്നും. രണ്ടും ഉപയോഗിക്കുന്നത് ഒരേ കാര്യത്തിനാണെന്ന് മനസ്സിലായല്ലോ. ഒരു കാര്യം ചെയ്യുന്നത് എന്ത് ഉദ്ദേശത്തോടെയാണ്, അതിൻ്റെ പേർപ്പസ് എന്താണെന്ന് പറയേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഈ ഇൻഫിനിറ്റീവ് ഇങ്ങനെ ടു അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു ചേർത്ത് ഉപയോഗിച്ചത്. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതേ അർത്ഥം കിട്ടാൻ നമുക്ക് വേറൊരു മാർഗം കൂടി ഉണ്ടെന്നാണ്. അപ്പോൾ ആ മൂന്നാമത്തെ മാർഗ്ഗമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇപ്പോൾ ഈ കണ്ട സെൻറ്റൻസസ് ഞാൻ ഇങ്ങനെയാണ് ഇനി പറയുന്നത്, ഹി വർക്ക്സ് ഹാർഡ് സോ ആസ് ടു ഏൺ മണി. അപ്പോൾ ആദ്യം നമ്മൾ ടു ഉപയോഗിച്ചു, പിന്നെ ഇൻ ഓർഡർ ടു ഉപയോഗിച്ചു, ഇപ്പോൾ ഉപയോഗിച്ചത് എന്താണ്, സോ ആസ് ടു. അപ്പോൾ സോ ആസ് ടു ഏൺ മണി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പണം സമ്പാദിക്കുന്നതിനായി എന്ന് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല അർത്ഥത്തിൽ. ഇനി നമുക്കൊരു സെൻറ്റൻസ് കൂടെ നോക്കാം. പരീക്ഷയിൽ ജയിക്കാൻ അവൾ കഷ്ടപ്പെട്ട് പഠിച്ചു. ഷീ സ്റ്റഡീഡ് ഹാർഡ് ടു പാസ് ദ ടെസ്റ്റ്. ഇതെങ്ങനെയാണ് നമ്മൾ ഇൻ ഓർഡർ ടു ചേർത്ത് പറയുക? ഷീ സ്റ്റഡീഡ് ഹാർഡ് ഇൻ ഓർഡർ ടു പാസ് ദ ടെസ്റ്റ്. സോ ആസ് ടു ചേർത്ത് എങ്ങനെ പറയും? ഷീ സ്റ്റഡീഡ് ഹാർഡ് സോ ആസ് ടു പാസ് ദ ടെസ്റ്റ്. കണ്ടല്ലോ, ഒരേ കാര്യം എങ്ങനെയാണ് ടു, ഇൻ ഓർഡർ ടു, സോ ആസ് ടു ഉപയോഗിച്ച് പറയുന്നതെന്ന്. നമ്മളിപ്പോൾ കണ്ട സെൻറ്റൻസ് ഉണ്ടല്ലോ, ഷീ വർക്ക്ഡ് ഹാർഡ് ടു പാസ് ദ ടെസ്റ്റ്. പരീക്ഷയിൽ ജയിക്കാൻ അവൾ കഷ്ടപ്പെട്ട് പഠിച്ചു. ഇത് ഞാനൊന്ന് തിരിച്ചു പറയാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായോ? ഞാൻ ഇങ്ങനെ പറയാണ്, പരീക്ഷയിൽ തോൽക്കാതിരിക്കാൻ അവൾ കഷ്ടപ്പെട്ട് പഠിച്ചു. അപ്പോൾ അവിടെ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിച്ചല്ലോ, തോൽക്കാതിരിക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇംഗ്ലീഷിൽ ഒരു കാര്യം നെഗറ്റീവ് ആക്കണമെങ്കിൽ നമ്മളിവിടെ നോട്ട് എന്നൊരു വാക്ക് ചേർക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ഷീ വർക്ക്ഡ് ഹാർഡ് നോട്ട് ടു ഫെയിൽ ദ ടെസ്റ്റ് എന്ന് പറയുന്നത് ശരിയാവില്ല. ഷീ വർക്ക്ഡ് ഹാർഡ് ടു നോട്ട് ഫെയിൽ ദ ടെസ്റ്റ് എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ നെഗറ്റീവ് ആക്കും? ഇവിടെ നമുക്ക് ഒന്നില്ലെങ്കിൽ സോ ആസ് നോട്ട് ടു എന്ന് ചേർക്കാം, അല്ലെങ്കിൽ ഇൻ ഓർഡർ നോട്ട് ടു എന്നും പറയാം. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെയാവും നോക്കൂ. ഷീ വർക്ക്ഡ് ഹാർഡ് സോ ആസ് നോട്ട് ടു ഫെയിൽ ദ ടെസ്റ്റ്, അല്ലെങ്കിൽ ഷീ വർക്ക്ഡ് ഹാർഡ് ഇൻ ഓർഡർ നോട്ട് ടു ഫെയിൽ ദ ടെസ്റ്റ് എന്നും പറയാം. പക്ഷെ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ സോ ആസ് ടു നോട്ട് എന്നല്ല കേട്ടോ പറഞ്ഞത്, സോ ആസ് നോട്ട് കഴിഞ്ഞിട്ട് ടു ഫെയിൽ. ആ ടു ഫെയിൽ എന്നുള്ള ഇൻഫിനിറ്റീവ് ഉണ്ടല്ലോ, അത് ചേർന്ന് വരണം. സോ ആസ് നോട്ട് ടു ഫെയിൽ, അതേപോലെ ഇൻ ഓർഡർ നോട്ട് ടു ഫെയിൽ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതിന് രണ്ടിനും ഒരേ അർത്ഥമാണെങ്കിലും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കണ്ടുവരാറുള്ളത് സോ ആസ് നോട്ട് ടു ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയണമെങ്കിലോ, ട്രെയിൻ മിസ്സാകാതിരിക്കാൻ ഞാൻ നേരത്തെ പുറപ്പെട്ടു. വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ പറയും? ഐ സ്റ്റാർട്ടഡ് ഏർലി സോ ആസ് നോട്ട് ടു മിസ് ദ ട്രെയിൻ. കണ്ടോ വന്നത്? സോ ആസ് നോട്ട് ടു മിസ് ദ ട്രെയിൻ, അല്ലെങ്കിൽ ഐ സ്റ്റാർട്ടഡ് ഏർലി ഇൻ ഓർഡർ നോട്ട് ടു മിസ് ദ ട്രെയിൻ, അങ്ങനെയും പറയാം. അപ്പോൾ ഇന്നത്തെ ലെസണിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് എന്തൊക്കെയാണ്? ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ആ ഒരു പേർപ്പസിനെ കുറിച്ച്, ആ ഒരു ഉദ്ദേശത്തെക്കുറിച്ച് പറയണമെങ്കിൽ നമുക്കൊന്നില്ലെങ്കിൽ ടുവിൻ്റെ കൂടെ ഇൻഫിനിറ്റീവ് ചേർക്കാം, അല്ലെങ്കിൽ ഇൻ ഓർഡർ ടുവിൻ്റെ കൂടെ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം.
സോ ആസ് ടുവിൻ്റെ കൂടെയും ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് ഇതൊക്കെ എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നത് എന്നാണല്ലേ. അപ്പോൾ ഇൻ ഓർഡർ നോട്ട് ടു എന്ന് പറയാം, അല്ലെങ്കിൽ സോ ആസ് നോട്ട് ടു എന്നും പറയാം. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ആ ഒരു പേർപ്പസിനെ കുറിച്ച് പറയാൻ സോ ദാറ്റ് എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ മലയാളത്തിൽ പറയുന്ന ഈ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഭാരം കുറയ്ക്കുന്നതിനായി അവൾ വ്യായാമം ചെയ്യാറുണ്ട്. അപ്പോൾ വ്യായാമം ചെയ്യുക എന്നുള്ളതിന് ടു എക്സസൈസ് എന്ന് പറയാം. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെയാണ് വരുന്നത്? ഷീ എക്സസൈസസ് എന്തിനാണ്? ഭാരം കുറയ്ക്കാൻ, ടു ലൂസ് വെയ്റ്റ്. കണ്ടല്ലോ, ഇവിടെ നമ്മൾ ടു ചേർത്ത് ഇൻഫിനിറ്റീവ് പറഞ്ഞു. ഇതേ കാര്യം എനിക്ക് ഇങ്ങനെയും പറയാം, ഷീ എക്സസൈസസ് സോ ദാറ്റ് ഷീ ക്യാൻ ലൂസ് വെയ്റ്റ്. അപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം നോക്കൂ. ആദ്യത്തെ സെൻറ്റൻസിൽ ഷീ എക്സസൈസസ് ടു ലൂസ് വെയ്റ്റ് എന്ന് പ്ലെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു. രണ്ടാമത്തേൽ ഷീ എക്സസൈസസ് കഴിഞ്ഞിട്ട് സോ ദാറ്റ് എന്നൊരു ഫ്രേസ് വന്നു. അത് കഴിഞ്ഞ് ഷീ ക്യാൻ ലൂസ് വെയ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ സെൻറ്റൻസിൽ ആരെ പറ്റിയാണ് പറയുന്നത്? ഇവിടുത്തെ സബ്ജക്റ്റ്, കർത്താവ് ആരാണ്? അവൾ. നമ്മൾ അവളെ പറ്റിയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കൂ, ഷീ എക്സസൈസസ്, അത് കഴിഞ്ഞ് സോ ദാറ്റ് കഴിഞ്ഞ് ആ സബ്ജക്റ്റ് ഞാൻ വീണ്ടും പറഞ്ഞു, പക്ഷേ ഒരേ സബ്ജക്റ്റാണ്. ഷീ എക്സസൈസസ് സോ ദാറ്റ് ഷീ ക്യാൻ ലൂസ് വെയ്റ്റ്. അപ്പോൾ ആ സോ ദാറ്റ് കഴിഞ്ഞ് വീണ്ടും സബ്ജക്റ്റ് വന്നു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് ക്യാൻ, അതൊരു മോഡൽ വേർബാണ്, അതും വന്നിട്ടുണ്ട്. ഷീ ക്യാൻ ലൂസ് വെയ്റ്റ് എന്ന് പറഞ്ഞു. ഇതുപോലെ ഞാൻ വേറൊരു എക്സാമ്പിളൂടെ പറയാം. കാറ് വാങ്ങുന്നതിനായി അയാൾ പണം സ്വരുക്കൂട്ടുകയാണ്. അപ്പോൾ പണം സ്വരുക്കൂട്ടുക എന്നുള്ളതിന് ടു സേവ് മണി എന്ന് പറയാം കേട്ടോ. അപ്പോൾ അയാൾ എന്താ ചെയ്യുന്നത്? ഹീസ് സേവിങ് മണി. എന്തിനാ? ടു ബൈ എ കാർ. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് ഞാൻ അങ്ങനെ പറഞ്ഞു, ഹീസ് സേവിങ് മണി ടു ബൈ എ കാർ. അവിടെ നമ്മൾ വെറുതെ ടു പ്ലസ് ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചു. ഇതേ കാര്യം സോ ദാറ്റ് ചേർത്ത് ഞാൻ എങ്ങനെയാണ് പറയുന്നത് നോക്കൂ. ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അങ്ങോട്ട് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഹീസ് സേവിങ് മണി സോ ദാറ്റ് ഹീ ക്യാൻ ബൈ എ കാർ. കണ്ടോ, ഹീ സേവിങ് മണി കഴിഞ്ഞ് സോ ദാറ്റ് വന്നു, അത് കഴിഞ്ഞ് ഞാൻ ആ സബ്ജക്റ്റ് ഹീ എന്ന സബ്ജക്റ്റ് വീണ്ടും ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് ക്യാൻ എന്നൊരു മോഡൽ വേർബും ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന സെൻറ്റൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടി അയാൾ പതുക്കെ സംസാരിച്ചു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കൂ. ഹി സ്പോക്ക് സ്ലോലി സോ ദാറ്റ് എവ്രി വൺ കുഡ് ഫോളോ ഹിം. ഈ സെൻറ്റൻസ് നമുക്ക് സോ ദാറ്റ് ഉപയോഗിച്ച് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ടു അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു അല്ലെങ്കിൽ സോ ആസ് ടു ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ആ സെൻറ്റൻസ് ഒന്നുകൂടെ നോക്കൂ. ഹീ സ്പോക്ക് സ്ലോലി, അവിടെ നമ്മൾ പറയുന്നത് അയാളെ പറ്റിയാണ്, സബ്ജക്റ്റ് അയാളാണ്. പക്ഷേ സോ ദാറ്റ് കഴിഞ്ഞ് വന്നിരിക്കുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കൂ. എവ്രി വൺ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. കാരണം അയാൾ പതുക്കെ സംസാരിച്ചു. എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവർക്ക് അയാളെ മനസ്സിലാക്കുന്നതിനായി. അപ്പോൾ സോ ദാറ്റ് എന്നതിന് മുൻപ് വന്ന ഭാഗത്തുള്ള സബ്ജക്റ്റ് ഹീ ആണ്. പക്ഷേ സോ ദാറ്റിന് ശേഷം വന്ന ആ ഒരു ഭാഗത്തുള്ള സബ്ജക്റ്റ് ഹീ അല്ല, അത് എവ്രി വൺ എന്ന് മറ്റൊരു സബ്ജക്റ്റാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സെൻറ്റൻസിൽ നമുക്ക് ടു അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു അല്ലെങ്കിൽ സോ ആസ് ടു ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ സെൻറ്റൻസ് ടു വെച്ച് പറഞ്ഞു നോക്കൂ, ശരിയാവുന്നുണ്ടോ നോക്കാമല്ലോ. ഹി സ്പോക്ക് സ്ലോലി ടു എവ്രി വൺ കുഡ് ഫോളോ ഹിം എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ലല്ലോ. ഇതേപോലെ തന്നെ ഇൻ ഓർഡർ ടുവും സോ ആസ് ടുവും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ സോ ദാറ്റ് ഉപയോഗിക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ അത് മാറാൻ ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. മലയാളത്തിലുള്ള സെൻറ്റൻസ് ശ്രദ്ധിക്കട്ടോ. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തു. എന്തിനാണ്? അമ്മ ഹാപ്പി ആകുന്നതിനായി. അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഐ ബോട്ട് മൈ മദർ എ ഗിഫ്റ്റ് സോ ദാറ്റ് ഷീ വുഡ് ബി ഹാപ്പി. അപ്പോൾ ഈ സെൻറ്റൻസിൽ നോക്കൂ, സോ ദാറ്റിന് മുൻപ് പറഞ്ഞത് ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തു. ഐ ബോട്ട് മൈ മദർ എ ഗിഫ്റ്റ്, ഇവിടെ സബ്ജക്റ്റ് ഞാനാണ്. സോ ദാറ്റിന് ശേഷം പറഞ്ഞത് ഞാൻ അമ്മയെക്കുറിച്ചാണ്. അമ്മ ഹാപ്പി ആകുന്നതിനായി, സോ ദാറ്റ് ഷീ വുഡ് ബി ഹാപ്പി. അപ്പോൾ കണ്ടല്ലോ, സോ ദാറ്റിന് മുൻപ് വന്ന സബ്ജക്റ്റും അതിന് ശേഷം വന്നതും ഡിഫറെൻ്റ് ആണ്. ഇവിടെ നമുക്ക് ഈ സോ ദാറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ടു പറ്റില്ല. നോക്കൂ, ടു ഉപയോഗിച്ച് നോക്കാമല്ലോ. ഐ ബോട്ട് മൈ മദർ എ ഗിഫ്റ്റ് ടു ഷീ വുഡ് ബി ഹാപ്പി എന്ന് പറയുമോ? ഇല്ല. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തു അല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായി എന്നറിയാനാണ് ഞാനിവിടെ 2-3 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഓപ്ഷൻസ് തരുന്നുണ്ട്, നിങ്ങൾ കറക്റ്റായിട്ടുള്ളത് ചൂസ് ചെയ്യൂ. ആദ്യത്തത്, ചൂട് കിട്ടുന്നതിനായി ഞാൻ എൻ്റെ ജാക്കറ്റ് ധരിച്ചു. ഐ പുട്ട് ഓൺ മൈ ജാക്കറ്റ് സ്പേസ് കീപ് വാം. സോ ദാറ്റ് ആണോ ടു ആണോ ആൻസർ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
പുസ്തകങ്ങൾ പെട്ടെന്ന് കാണുന്നതിനായി അവൾ പുസ്തകങ്ങളിൽ പേരെഴുതിയ ലേബൽ ഒട്ടിച്ചു. ഷീ ലേബിൾ ഹെർ ബുക്സ് സ്പേസ്. ഷീ കുഡ് ഫൈൻഡ് ദെം ഈസിലി. ഓപ്ഷൻസ് ഇൻ ഓർഡർ ടു, സോ ദാറ്റ്. ഇനി മൂന്നാമത്തെ ചോദ്യം. കുട്ടിയെ ഉണർത്താതിരിക്കാൻ അവർ ശബ്ദം താഴ്ത്തി സംസാരിച്ചു. ദേ സ്പോക്ക് സോഫ്റ്റ്ലി സ്പേസ് വേക്ക് ദ ബേബി. ഓപ്ഷൻസ് ഇതാണ്: ഇൻ ഓർഡർ ടു നോട്ട്, ഇൻ ഓർഡർ നോട്ട് ടു. അപ്പോൾ കറക്റ്റ് ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ, ഇഷ്ടപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ടോപ്പിക്കുമായിട്ട് ഇനിയും വരാം. അപ്പോൾ അതുവരേക്കും ബൈ.